ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലാട്ടോ. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇവിടെ കണയുന്നത്. അപ്പോൾ എൻ്റെ അമ്മയുടെ അമ്മയും അമ്മയുടെ ചേച്ചിയും അമ്മയുടെ ചേച്ചിയുടെ മോനും, അതായത് എൻ്റെ മേമയും അമ്മയുടെ അമ്മ അമ്മച്ചമ്മയും നന്ദു, അതായത് എൻ്റെ ചേട്ടൻ, ഞാൻ അവനെ നന്ദു എന്നാണ് വിളിക്കാറ്, അവനും എല്ലാവരും കൂടി ബാംഗ്ലൂർ പോവാണ്. അപ്പോൾ ബാംഗ്ലൂർ ഒരു ഹോസ്പിറ്റലിൽ എൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് കാണാൻ വേണ്ടിയിട്ടാട്ടോ പോണത്. അപ്പോൾ അതെ, നമ്മുടെ കുറേ ട്രെയിൻ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇത്രയും ട്രെയിൻ കാണണേ, കാരണം 5 മിനിറ്റ് കൂടുമ്പോൾ ട്രെയിൻ വണ്ടി. അവർ നേരത്തെ വന്നു കേട്ടോ, ഒരു 4:45 വന്നു. 6:15, അതായത് 6:15 നമ്മുടെ ട്രെയിൻ. ഞങ്ങൾ 5:30 വന്നപ്പോൾ നമ്മുടെ ജംഷി ആൻറ്റിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അവർ 3 പേരും മാത്രമേ പോകണുള്ളൂ. നന്ദു നോക്കാം എവിടെ എത്തി, ട്രെയിൻ എവിടെ എത്തി. ഇതധികം ടൈം ആയിണ്ടായില്ല കേട്ടോ. പിന്നെ ഇരുട്ടി തുടങ്ങി. അവൻ വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കാണിച്ചു ട്രെയിൻ ഡിലേ ഉണ്ട്, 6:40 ട്രെയിൻ വരത്തുള്ളൂ എന്ന് അതിൽ എഴുതി കാണിച്ചു കേട്ടോ. ഇനി കുറേ ട്രെയിൻ പോകുന്നുണ്ട് കേട്ടോ. അതൊന്നും എനിക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല, കാരണം എല്ലാവരും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു വീഡിയോ ആവും. കാരണം ഞാൻ അതൊക്കെ വീഡിയോ എടുത്തു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് പേര് അടിയിൽ കാലിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. മീൻസ് ആ ഡോർ സൈഡിൽ കാലിട്ട് അടിയിലിരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതേ അവരുടെ ട്രെയിൻ വന്നു. ഞങ്ങൾ ആണെങ്കിൽ S2 ആണേ. അപ്പോൾ ഞങ്ങൾ നോക്കിയിരിക്കുകയാണ്, ഇത് കാണുന്നില്ല. ട്രെയിൻ ഭയങ്കര സ്പീഡിൽ ഇങ്ങോട്ട് പോയി. അപ്പോൾ നമ്മൾ പേടിച്ച് പോയി, കാരണം ഇങ്ങോട്ട് പോയോന്ന്. നമ്മൾ കോച്ച് നമ്പർ 18ലായിരുന്നു നിന്നത്. അവിടെ നിൽക്കാൻ നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നത് കേട്ടോ. ഞങ്ങൾ ഓവർ ബ്രിഡ്ജൊക്കെ കയറി ആവശ്യത്തിയായി ഞങ്ങൾ കോച്ച് നമ്പർ 5 18ലോട്ട് വന്നു കേട്ടോ. അത് കഴിഞ്ഞതേ അധികം നടക്കേണ്ട വന്നില്ല കേട്ടോ, അടുത്ത് തന്നെ ഉണ്ടായി കേട്ടോ S2 എന്ന് പറഞ്ഞ ഒരു ഇത്. അത് കഴിഞ്ഞതേ അവരെ യാത്ര ചെയ്യിക്കാൻ ഞങ്ങൾ കൂടെ പോയി. ഞങ്ങൾ ഇച്ചിരി നീങ്ങിയത്. എന്നാലും ചിലവരൊക്കെ ഇപ്പുറത്തേക്ക് ഓടി കയറി, കാരണം ചിലവരുടെ ഇവിടെ പറഞ്ഞിട്ട് അപ്പുറത്തോട്ടൊക്കെ പോയി. അപ്പം ഞാൻ മാമനും വന്നിരുന്നു, മാമനും ആൻറ്റി വന്നു. നന്ദു മേമയ്ക്ക് പോവാട്ടോ. എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ. എനിക്കും പോകണമെന്നുണ്ടായി. പിന്നെ ഞാൻ അമ്മയുടെ അമ്മേനെ എപ്പോഴും വിളിക്കണതാണ്, മിനിറ്റിന് വിളിക്കണു, അങ്ങനെ എല്ലാവരും പറയണേ. അപ്പോൾ കുറച്ച് വിഷമമുണ്ടായി. അത് കഴിഞ്ഞത് ഞങ്ങൾ അങ്കമാലിയിൽ നിന്ന് നേരെ വീട്ടിലോട്ട് വിട്ടു കേട്ടോ. വീട്ടിലെത്തി അങ്കമാലിയിൽ നല്ല ബ്ലോക്ക് ഉണ്ടായി. എൻ്റെ അവിടെ ഭയങ്കരമായിട്ട് ബ്ലോക്ക്, സാധാരണ ഇത്ര ഉണ്ടാവാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ എൻ്റെ മുഖമൊക്കെ ആകെ വാടി തളർന്നു. എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് വിഷമമുണ്ടായി. അപ്പോൾ ഞാൻ വീട്ടിലെത്തി ലൈറ്റൊക്കെ ഇട്ടു. ലൈറ്റ് ആദ്യം മാറിപ്പോയി,